നമ്മൾ ഇത് ഇവിടെ എറണാകുളത്താണ്. നമ്മൾ രാവിലെ നമ്മുടെ ഒരു സ്ഥിരം കടയുണ്ട് ഇവിടെ അടുത്ത്, ചായ കുടിക്കാൻ നമ്മൾ സ്ഥിരം പോണൊരു കടയുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ മാളു. നമ്മുടെ മാളുവാണത്. അവൾക്കും വരണം കൂടെ, പക്ഷെ ഇവളെ കൂട്ടി കഴിഞ്ഞാൽ ശരിയാവില്ല. വഴിയിൽ ഫുള്ള് പട്ടികളാണ്, കുറേ പട്ടികളുണ്ട് വഴിയിൽ. അപ്പോൾ ഇവളെ കൂട്ടി കഴിഞ്ഞാൽ ശരിയാവില്ല, പണിയാവും. ആ ഓടിയാ, അടിപൊളി. പോയിട്ട് വരാം. ഓക്കെ, ബൈ. അടച്ചോ, നിങ്ങൾ തള്ളിക്കിട്ടൊക്കെ തുറന്നാലോ. പോയിരിക്കടേ, കൂട്ടിലിരുന്നോട്ടോ. അവിടെ നിൽക്കണ്ട് ആള്, എന്നെ നിൽക്കന്നെ വെറുതെ. ഇങ്ങനെ വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിക്കും. കണ്ടാ, പോയിട്ടില്ല അവള്, ഇങ്ങനെ നിൽക്കും അവിടെ. ഇവിടെ ഞങ്ങളുടെ വേറൊരു വഴിയിൽ തന്നെ ഉള്ള വേറൊരു പട്ടിയാട്ടോ. ഇങ്ങനെ വന്ന് വാലാട്ടിയിട്ട് വാലാട്ടി ഇങ്ങനെ നിൽക്കും, മേത്തൊക്കെ കയറും. ഭയങ്കര സ്നേഹ, പ്രണവേട്ടനെ ഭയങ്കര സ്നേഹം. അതെ ഒന്നും ചെയ്യുന്നില്ല കേട്ടാ, പാങ്ങളാ, ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മേത്തൊക്കെ കയറി പോയി. അങ്ങനെ ചായ പിടിക്കാൻ പോയിട്ട് വരാം. ഒക്കെ മറ്റേ നമ്മൾ 4 പേരുമാണ് സ്ഥിരം ചായക്കടയിലേക്ക് വരും. ഒരു ഹൈബർ യുഗേഷ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാട്ടാ ഈ കട. നമ്മൾ ഈ വഴിയിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നിങ്ങനെ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് അല്ല റൈറ്റിലേക്ക് വന്നാൽ മതി. തൊട്ടടുത്താണ് ഈ കട. ഒരു ചെറിയ കട, ഒരു അപ്പാപ്പനും അമ്മാമ്മയും മാത്രമുള്ള ഒരു കടയാട്ടാ ഈ ചായക്കട. ഇതിൻ്റെ വഴിയൊക്കെ നല്ല രസം. ഇപ്പം ഇന്നലെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ വഴിയൊക്കെ നല്ല രസമുള്ള വഴിയാണ്. ഓക്കെ, ഇതാണ് കട. ഇതാണ് കട, ചെറിയൊരു കട. അപ്പം, ദോശ, അങ്ങനെ എല്ലാം. അല്ല, ദോശ ഉണ്ടോ അറിയില്ല, പുട്ട്, അതൊക്കെയാണ് ഇവിടെ മെയിൻ. ഗോതമ്പുട്ടുണ്ട്, ഗോതമ്പുട്ട്, അരിപ്പുട്ട്. ഇപ്പം ഇന്നിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. സാധാരണ വെള്ളയപ്പം ഉണ്ടാവാറുണ്ട് അല്ലേ, വെള്ളയപ്പം, പിന്നെ ഇഡ്ഡലി ഉണ്ടാവാറുണ്ട്. അങ്ങനെ അപ്പം അമ്മേ ഇവിടെ നിന്ന് ഇതൊക്കെയാണ് ഇത്ര ഉള്ളൂ. ഇരിക്കാനുള്ള സ്ഥലമാണ്. ഇതാണ് ഇവിടെ ഇരിക്കണം. എല്ലാ സാധനം കഴിഞ്ഞു ഏകദേശം. ദിസ് ഈസ് അവർ ഫുഡ്. ഗോതമ്പുട്ടും ഗ്രീൻ പീസ് കറിയാണ്. നമ്മൾ 4 പേരും തന്നെയാണ് പറഞ്ഞതാണ്. ഓരോരുത്തരും ഓരോ സമയത്ത് ഓരോന്ന് പറയാറുണ്ട്. ചേട്ടാ ഒരു സ്ട്രോങ് കാപ്പി. ഇവിടെ പൊതുവെ വേറെ വെള്ളയപ്പൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ പുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ 4 പേരും പുട്ടാ പറഞ്ഞത്, ഗോതമ്പുട്ട്. ഞങ്ങൾക്ക് ഈ അടുത്ത് ഇഷ്ടമുള്ളൊരു കടയാണിത്. അതുകൊണ്ടാണ് മിക്കവാറും ഞങ്ങൾ ഇവിടെ വരാറ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട്. പ്രണവേട്ടനും ഈ കട കണ്ടുപിടിച്ചത് വൈഷ്ണവൻ. ഈ കട കണ്ടുപിടിച്ചത് എൻ്റെ വൈഷ്ണവൻ. അവൻ്റെ ഒരു കാമാടി. ചായ നല്ല ചായ, നല്ല സ്ട്രോങ് ചായ നമ്മൾ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചായ വേണോ, കറി വേണോ? മൊത്തം കറി ഇതില്. പൊതുവേ ഞാൻ ചായ പ്രിഫർ ചെയ്യാറില്ല പുറത്ത് പോയാണ്. പക്ഷേ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് ചായ പറയും. കൊള്ളാം, നല്ല സ്ട്രോങ് ചായ എടുത്ത, അതുകൊണ്ടാണ് പറയാറ്. അല്ലെങ്കിൽ ഞാൻ പറയില്ല, കാരണം മൈൻഡ് പോവും. നല്ല ചായ ഇല്ലെങ്കിൽ മൈൻഡ് പോവും. ഇത് നല്ല ചായ. അതായത്
നല്ല ചായ അല്ലെങ്കിൽ നല്ല കാപ്പി കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെയല്ലേ പൊട്ട കുടിക്കുമ്പോൾ. നാടൻ ചായ. പക്ഷെ ഇതൊക്കെ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും നീ മുന്നേക്ക് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ നിന്റെ ഗ്ലാസ്സിനെ ഫോക്കസ് ചെയ്യും. അത്ര മുന്നിക്കില്ല, ക്യാമറേൻ്റെ ഉള്ളിലേക്ക് കയറ്റി. കാണുന്നുണ്ടോ? അതെ, നിന്റെ കൈ ഫോക്കസ് ചെയ്യും. അങ്ങനെ എല്ലാവരും ഫുഡ് അടിച്ച് കഴിഞ്ഞു. വി ആർ ഗോയിങ് ബാക്ക് ടു വീട്ടിലേക്ക് പോകാം. ഓൾ ഫിനിഷ്. ഫിലിമിലേക്ക് ഫുഡ് എല്ലാവരും ഓൾ ഫിനിഷ്. പണം മുടച്ചിരിക്കുന്നു, അതിനൊന്നും പൈസ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോടാ പോടാ. ചേട്ടാ അയച്ചിണ്ടേ അയച്ചിണ്ടേ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വേറെ പരിപാടിയൊന്നുമില്ല. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ഇന്ന് പ്രാക്ടീസ്, 2-ാം തീയതി നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് പ്രാക്ടീസ് 2 ദിവസം പ്രാക്ടീസ്. ഇന്നിപ്പോൾ 30-ാം തീയതിയാണ്, അല്ല ഇന്ന് എത്രാം തീയതിയാ? 31. ഇന്ന് 31-ാം തീയതി. സോ 2 ദിവസം പ്രാക്ടീസിന് നമ്മൾ വന്നതാ ഇവിടേക്ക് എറണാകുളത്തേക്ക്. അങ്ങനെ ഇപ്പോൾ 10 മണിക്ക് എല്ലാവരും കൂടി ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനെ അങ്ങനെയൊക്കെയാണ്. ഓക്കെ ആളെന്തോ മാനത്ത് നോക്കിയിട്ടുണ്ട്. എന്തിനാ പോകുന്നത് മനസ്സിലായി. എന്നിട്ടാ പുഴു. ഓക്കെ ഓക്കെ ഓക്കെ. ഈ മറ്റേ എന്താ പറയുക, മഴക്കാലത്ത് ഈ പുഴു തൂങ്ങി നടക്കില്ലേ, അതിനെ മാറ്റിക്കുക. ആളുടെ തലയിൽ തട്ടി പോകുന്നുണ്ട് പോകുമ്പോൾ. ശ്രദ്ധിച്ചു പോകണം, ഡേഞ്ചർ. മഴക്കാലത്തെ പുഴു ഇറങ്ങി വന്ന് തുടങ്ങി ഗെയ്സ്. ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ മേത്തൊക്കെ ഇരുന്നല്ലേ ഭയങ്കര അല്ലേ ചൊറിഞ്ഞ്. കോട്ടി എന്നാ പറയണേ. ഗോലിയാ? ഇതെന്താ ഇങ്ങനെ? ഇത്ര വലുതോ? ഓ, മാർബിൾ ഗോലി. കൊള്ളാലോ. ഇത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും. വൈഷ്ണവേട്ടന് അമൃത TV-യിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. വൈഷ്ണവേട്ടനും കിട്ടി, അക്ഷയേട്ടനും കിട്ടിയിട്ടാ. രണ്ടുപേരും ഇനി മികച്ചൊരു എന്താ പറയുക TV താരങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. 8-ാം തീയതി മുതൽ അമൃത TV-യിൽ തുടങ്ങും പരിപാടി കേട്ടോ. എന്താ പരിപാടീൻ്റെ പേര്? സൂപ്പർ സ്റ്റാർ സീനിയർ. നമ്മുടെ ശരത്തേട്ടൻ, മഞ്ജരി അവരൊക്കെ കൂടിയിട്ടുള്ള ജഡ്ജസ് ആയിട്ടിരിക്കണ പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാവരും കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലത്തെ നമ്മുടെ മാളു. മാളു അത്ര ഉള്ളൂ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. See you next time. Until then, bye-bye.